നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കോടികളെങ്കിൽ കോടികൾ അത് നിനക്ക് കിട്ടും. അറിയാലോ, സത്യാമ്മയുടെ കൊച്ചുമോളാ അത്. ഓ, അങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ടല്ലേ. എനിക്കെതിരെയുള്ള കേസ് ഒഴിവാകും, ഈ കേസ് അപ്പീൽ പോകുമ്പോ എന്നെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ എനിക്ക് അധികം വൈകാതെ പുറത്തിറങ്ങാം അല്ലേ? അതെ സുസ്മിതേ, പ്രോസിക്യൂഷൻ സപ്പോർട്ട് ചെയ്താ പിന്നെ കേസ് നിൽക്കില്ലല്ലോ. ശിക്ഷ ഇളവും ചെയ്യും. ചിലപ്പോ വെറുതെ വിടാനുള്ള സാധ്യതയുണ്ട്. ആഹാ, അത് കൊള്ളാലോ. അതിനു പുറമെ ഞാൻ ചോദിക്കുന്ന അത്രയും പണം, കോടികളെങ്കിൽ കോടികൾ, അതും കിട്ടും. കിട്ടും സുസ്മിതേ. അതേസമയം ഞാൻ ഡ്രഗിന്റെ പേര് പറയാതിരുന്ന കൊച്ചിന്റെ മരണം, എനിക്കുള്ള തൂക്കുകയർ, ജയിലിൽ നരകിച്ചുള്ള ജീവിതം, ആകെ ശോകം അല്ലേ? എന്നാലേ എനിക്ക് ആ ശോകവും നരകവും മതിയെങ്കിലോ. ഡ്രഗിന്റെ പേര് പറയാൻ മനസ്സിലെങ്കിൽ നിന്നെ കൊണ്ട് ആ ഡ്രഗിന്റെ പേര് പറയിക്കാൻ നിന്റെ മുന്നിൽ ഇങ്ങനെ കെഞ്ചുകയും യാചിക്കുകയും ചെയ്യണ്ട. ഒരു കാര്യവും ഈ ലിഡിയ പോളിനില്ല. ആ ഡ്രഗിന്റെ പേര് മാത്രമല്ല, നിനക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ നീ കാണുകയും കേൾക്കുകയും ചെയ്ത സകലമാന ഡ്രഗ്സിന്റെയും പേര് നീ കരഞ്ഞ് നിലവിളിച്ചോണ്ട് എന്നോട് പറയും. നീ ഇവിടെ നിലത്ത് അട്ട എഴയുന്ന പോലെ കിടന്ന് എഴയും. അങ്ങനെ പറയിപ്പിച്ചിട്ടുണ്ടടി ഈ ലിഡിയ പോൾ. എന്തടി കാണണോ നിനക്ക്? നിങ്ങൾ എന്നെ എന്ത് ചെയ്യുന്ന? നഖത്തിനിടയിൽ മൊട്ടുസൂചി അടിച്ചു കയറ്റോ, അതോ കാൽമുട്ടകൾക്ക് താഴെ റൂൾ തടി വെച്ച് ഉരുട്ടോ? അതുമല്ലെങ്കിൽ തൊലി ഉരിച്ചെടുക്കാം. ആ, ഇനി വേറൊരു വഴിയുണ്ട്. കൈയും കാലും ബലമായി പിടിച്ചു വെച്ച് അതിന്റെ വിരലുകൾ ഓരോന്നും കൂടം കൊണ്ട് അടിച്ചു തകർക്കാം. എന്റേതൊരു മനുഷ്യ ശരീരം തന്നെയാ. എനിക്ക് വേദനിക്കുന്നുള്ളതും സത്യം തന്നെയാ. ആ വേദന എനിക്കൊരു ആനന്ദമാണെങ്കിലോ. എത്രമാത്രം വേദനിക്കുന്നോ അത്രമാത്രം ഞാൻ ആ മരുന്നിന്റെ പേര് പറഞ്ഞില്ലല്ലോ എന്നോർത്ത് ഉള്ളിൽ സന്തോഷിക്കുള്ളൂ ഞാൻ. അതിന്റെ പേരിൽ മരിക്കേണ്ടി വന്നാ പോലും അതെനിക്കൊരു ആനന്ദമായിരിക്കും. മരണത്തിന് മുന്നിൽ പോലും സുസ്മിത തലയുയർത്തി തോൽക്കാതെ നിന്നല്ലോ എന്ന് സന്തോഷിക്കുള്ളൂ ഞാൻ. നിങ്ങൾ കണ്ടിട്ടുള്ള മുക്കാൽ ചക്രത്തിന്റെ മോഷ്ടാവോ മാനക്കേട് ഭയന്ന് പെറ്റ കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് ജയിലിലേക്ക് വന്ന സ്ത്രീയോ അല്ല ഞാൻ. ഇതേ സുസ്മിതയാ, സുസ്മിത. സുസ്മിത, സമയം പോയിക്കൊണ്ടിരിക്കുക. നിന്നെ ഭീഷണിപ്പെടുത്താനോ ദ്രോഹിക്കാനോ ഒന്നും വന്നതല്ല ഞങ്ങള്. നിങ്ങളുടെ മോളുടെ ജീവൻ, അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞങ്ങൾ തയ്യാറാ. സുസ്മിത, പറ, എന്താ വേണ്ടെന്ന് പറ, അത് ഞങ്ങൾ ചെയ്യാം. പ്ലീസ്, നിന്റെ കാല് പിടിക്കണം, അത് ഞാൻ ചെയ്യാം. ഇപ്പോഴാ ശാലിനി നിങ്ങൾ കറക്റ്റ് റൂട്ടിലേക്ക് വന്നത്. സുസ്മിതേ, പറയേ, നിനക്ക് എന്താ വേണ്ടത്? എന്റെ ബിലോങ്ങിങ്സ് ഇങ്ങെടുക്ക. ജയിൽ സൂപ്രണ്ടായിരുന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ലിഡിയ പോളെ ബിലോങ്ങിങ്സ് എന്താണെന്ന്?
ഞാൻ ഇട്ടോണ്ട് വന്ന ഡ്രസ്സും ആഭരണങ്ങളും. ഉം. ദേ ഇത് ഓർമ്മയുണ്ടോ നിങ്ങൾക്കിത്? വിഷ്ണുവേട്ടൻ എന്നും എന്നെ സ്നേഹിച്ചിട്ടുള്ളൂ. ഇനി നീ എന്തൊക്കെ നാടകമാടിയാലും നിനക്ക് വിഷ്ണുവേട്ടനെ കിട്ടില്ല. ഈ താലി എന്റെയും വിഷ്ണുവേട്ടന്റെയും വിവാഹ ചടങ്ങിന് വേണ്ടി പൂജിച്ചതാണെങ്കിൽ വിഷ്ണുവേട്ടനെ കൊണ്ട് തന്നെ ഇത് എന്റെ കഴുത്തിൽ ഞാൻ കെട്ടിച്ചിരിക്കും. ഇതാടി ഞാൻ വർഷങ്ങളോളം ഊണിലും ഉറക്കത്തിലും കയ്യിൽ സൂക്ഷിച്ചിരുന്നത്. ഓരോ രാത്രി ഉറങ്ങുന്നതിന് മുമ്പും ഓരോ പകൽ ഉണരുമ്പോഴും ഞാൻ എന്റെ ശബ്ദം ആവർത്തിച്ചുകൊണ്ടിരുന്നു. എന്റെ പക ഞാൻ തേച്ചു മിനുക്കിക്കൊണ്ടിരുന്നു. രോഹിത് എന്റെ കഴുത്തിൽ താലി കെട്ടുമ്പോഴും ഞാൻ ഇത് ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ താലിയുടെ പവിത്രത നഷ്ടമാകാതിരിക്കാനാ അവനെ കൊണ്ട് ഞാൻ എന്റെ ശരീരത്തിൽ പോലും തൊടിയിപ്പിക്കാതിരുന്നു. വിഷ്ണുവേട്ടനും എനിക്കും ഇടയിൽ ഒരു തടസ്സമായിട്ട് വന്നതുകൊണ്ടാ ഞാൻ രോഹിത്തിനെ കൊക്കയിലേക്ക് ചവിട്ടിത്തള്ളിയത്. അങ്ങനെ നോക്കുമ്പോ നീ പോലും വിഷ്ണുവേട്ടനെ ഇത്രയധികം സ്നേഹിച്ചിട്ടില്ല. ഇത്രയും കാത്തിരുന്നിട്ടില്ല. ഇത്രയും ത്യാഗം സഹിച്ചിട്ടില്ല. സുസ്മിത, എനിക്കിപ്പോ എന്താ വേണ്ടത്? ഈ താലി വിഷ്ണുവേട്ടൻ എന്റെ കഴുത്തിൽ കെട്ടണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.